നമസ്കാരം, ഞാൻ ആഷ്മി തോമസ്. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകാത്തത് വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടം വൈകിപ്പിക്കാനാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ. 2 വർഷമായി കാത്തിരുന്ന കുടുംബങ്ങളെ ഹമാസ് ഭീകരർ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. അൽബേനിയൻ വിദേശകാര്യമന്ത്രി എലിസ സ്പിറോപാലിയോടൊപ്പം ജെറുസലേമിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു പ്രതികരണം. US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേലിൽ നടത്തിയ സന്ദർശനത്തിന് സാർ നന്ദി പ്രകടിപ്പിച്ചു. ഇത് US-ഉമായും ട്രംപ് ഭരണകൂടവുമായുള്ള ഇസ്രായേലിന്റെ ദൃഢമായ സൗഹൃദത്തിന്റെ അടയാളമാണ്. പ്രസിഡന്റ് ട്രംപിന്റെ പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ അതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഹമാസും ഇസ്ലാമിക് ജിഹാദും ആയുധം താഴ്വെക്കണം. ഗാസയെ സൈനികവൽക്കരിക്കണം. ഇസ്രായേലിനും അതിന്റെ പൌരന്മാർക്കും ഭീഷണിയാകാൻ ഇനി അതിനെ അനുവദിക്കരുത്. ഇതാണ് ട്രംപ് പദ്ധതിയുടെ കാതലെന്നും ഞങ്ങളതിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സർ വ്യക്തമാക്കി. ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന എല്ലാ മൃതദേഹങ്ങളും ഉടൻ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗാസ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒക്ടോബർ 10 മുതൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ നിലനിർത്തുന്നതിലും US മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിയുടെ തുടർന്നുള്ള ഘട്ടങ്ങൾ നടപ്പിലാക്കാനുമാണ് ചർച്ച നടന്നത്. ഇപ്പോഴും സുരക്ഷാ വെല്ലുവിളികളുണ്ടെന്നും പക്ഷേ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും നെതന്യാഹു പറഞ്ഞു. ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഇരുവർക്കും വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതി ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത സെക്രട്ടറി റൂബിയോ ഊന്നി പറഞ്ഞു. നിലവിലുള്ള ശ്രമങ്ങളിൽ US-ന് ആത്മവിശ്വാസമുണ്ടെന്നും റൂബിയോ വ്യക്തമാക്കി. തന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫിന്റെയും ജാരഡ് കുഷ്നറിന്റെയും സന്ദർശനവും ഗാസ വെടിനിർത്തൽ നടപ്പാക്കൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ മുൻഗണനയാണെന്നത് തെളിയിക്കുകയാണെന്നും റൂബിയോ പറഞ്ഞു. ട്രംപ് നിർദ്ദേശിച്ച ഗാസയിലെ അന്താരാഷ്ട്ര സമാധാന സേനയിൽ ഇസ്രായേൽ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ ഉൾപ്പെടണമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കിര്യത്ത്ഗാറ്റിലെ US ആർമി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാസയിലെ ഭരണത്തിന്റെ ഭാവി ഇസ്രായേലും പങ്കാളി രാജ്യങ്ങളും തമ്മിൽ ഇനിയും തീരുമാനിക്കേണ്ടതുണ്ടെന്നും എന്നാൽ ഹമാസിനെ ഭരണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും പലസ്തീൻ അതോറിറ്റിയുടെ പങ്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും റൂബിയോ വ്യക്തമാക്കി. ഗാസ മുൻപിൽ UNRWAക്ക് ഒരു പങ്കും വഹിക്കാൻ കഴിയില്ലെന്ന് റൂബിയോ പറഞ്ഞു. ഹമാസിന്റെ അനുബന്ധ സ്ഥാപനം എന്നാണ് UNRWAയെ റൂബിയോ വിശേഷിപ്പിച്ചത്. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ കൂട്ടിച്ചേർക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും സ്റ്റേറ്റ് സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഉപരോധമടക്കമുള്ള അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഏതാക്രമണത്തിനും വളരെ ഗൌരവമേറിയതും രൂക്ഷവുമായ മറുപടിയുണ്ടാകും. റഷ്യ US ബന്ധത്തെ ശക്തിപ്പെടുത്താത്ത ശത്രുതാപരമായ പ്രവൃത്തിയെന്നാണ് US ഉപരോധത്തെ പുടിൻ വിശേഷിപ്പിച്ചത്. ആത്മാഭിമാനമുള്ള ഒരു രാജ്യവും സമ്മർദ്ദത്തിന് മുന്നിൽ കീഴടങ്ങില്ല. US-ന്റെ ഉപരോധ തീരുമാനം സൗഹൃദത്തിന് നിരക്കാത്തതും കനത്ത പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. US നൽകുന്ന ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും പുടിൻ പറഞ്ഞു. 2 വൻകിട എണ്ണ കമ്പനികൾക്കെതിരായ അമേരിക്കൻ ഉപരോധം റഷ്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം തെക്കൻ റഷ്യയിലെ പ്രധാന വാതക സംസ്കരണ പ്ലാന്റിൽ യുക്രൈൻ ഡ്രോണാക്രമണം നടത്തി. ഇതിനെ തുടർന്ന് കസാക്കിസ്ഥാനിൽ നിന്ന് പ്ലാന്റിലേക്ക് വാതകം എത്തിക്കുന്നത് നിർത്തിവെച്ചു. റഷ്യയുമായുള്ള സൈനിക സാഹോദര്യം തുടർച്ചയായി മുന്നോട്ടു പോകുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. ആധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വെല്ലുവിളികൾക്ക് ഉത്തര കൊറിയ റഷ്യ ബന്ധത്തെ തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ സൈനികരോടൊപ്പം പോരാടിയ ഉത്തര കൊറിയൻ സൈനികരുടെ അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു പ്രതികരണം. റഷ്യയിൽ നിന്നുള്ള സാമ്പത്തിക സൈനിക സാങ്കേതിക സഹായത്തിന് പകരമായി ഉത്തര കൊറിയ 10,000-ലധികം സൈനികരെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. സെപ്റ്റംബറിൽ ഏകദേശം 2,000 ഉത്തര കൊറിയൻ സൈനികർ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതായും ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു. കാനഡയുമായി ഉഭയകക്ഷി വ്യാപാര കരാറിൽ നടന്നുവന്നിരുന്ന എല്ലാ ചർച്ചകളും നിർത്തിവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻ US പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ താരിഫിനെ വിമർശിക്കുന്ന ദൃശ്യങ്ങൾ കാനഡ തങ്ങളുടെ ക്യാമ്പയിനിൽ ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. റൊണാൾഡ് റീഗൻ താരിഫിനെതിരെ സംസാരിക്കുന്ന തരത്തിൽ കാനഡ ഒരു പരസ്യം നൽകി. അത് വ്യാജമാണെന്ന് റൊണാൾഡ് റീഗൻ ഫൗണ്ടേഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. US സുപ്രീം കോടതിയെയും മറ്റു കോടതികളെയും സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്തത്. ദേശസുരക്ഷയ്ക്കും US-ന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും താരിഫ് നിർണായകമാണ്. പ്രകോപനപരമായ നടപടികൾ കണക്കിലെടുത്ത് കാനഡയുമായി നടത്തിവന്നിരുന്ന എല്ലാ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ച് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ. വെനിസ്വേലയിൽ അമേരിക്ക എന്തെങ്കിലും ഇടപെടൽ നടത്തിയാൽ രാജ്യത്തെ തൊഴിലാളി വർഗം ഒരു പൊതു കലാപസമരം ആരംഭിക്കുമെന്നും ആയുധമെടുക്കുമെന്നും വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ മുന്നറിയിപ്പ് നൽകി. വിദേശ ആക്രമണത്തിനെതിരെ രാജ്യത്തിനുള്ള ഏറ്റവും വലിയ കവചം തൊഴിലാളികളും കർഷകരും മത്സ്യത്തൊഴിലാളികളുമായിരിക്കുമെന്ന് മഡുറോ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഒരു സൂചി പോലും അനക്കാൻ ട്രംപിനാകില്ലെന്നും മഡുറോ പറഞ്ഞു. കഴിഞ്ഞയാഴ്ചകളിൽ US സൈന്യം കരീബിയനിൽ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കിടയിലാണ് മഡുറോയുടെ പരാമർശങ്ങൾ. പാകിസ്ഥാൻ ഭരണകൂടവും രാജ്യത്തെ കുപ്രസിദ്ധ ഭീകര സംഘടനകളും പാകിസ്ഥാനിലെ സ്ത്രീ സമൂഹത്തിന്റെ മനസ്സിൽ ഇന്ത്യക്കെതിരെ ശത്രുതയും ഉത്കണ്ഠയും സൃഷ്ടിക്കുകയാണെന്ന് റിപ്പോർട്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ മൂടുപടത്തിൽ ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള ഭീകര സംഘടനകൾ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുകയും മോദിയും ഇന്ത്യയും നമ്മുടെ ശത്രുക്കളാണ് എന്നതുപോലുള്ള അപകടകരമായ പ്രത്യയശാസ്ത്രങ്ങൾ അവരിൽ നിറയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ സ്ത്രീകളെ കൊലപാതകം പോലുള്ള നിയുക്ത ജോലികൾ നിറവേറ്റുന്നതിനായി സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവർ ആക്കി മാറ്റാൻ തീവ്രവാദ ഗ്രൂപ്പുകൾ ലക്ഷ്യമിടുന്നു. സ്വകാര്യ മാധ്യമ പ്ലാറ്റ്ഫോമായ ആജ് തക് ആണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവിട്ടത്. സ്ത്രീകളെ ജിഹാദും ഫിദായിനും സ്വീകരിക്കാൻ പരിശീലിപ്പിക്കുന്നതിനായി ഹാഫിസ് അബ്ദുർ റൌഫ് ഓൺലൈൻ ക്ലാസുകൾ നടത്തുന്നുണ്ടെന്നും സ്രോതസ്സുകൾ പറയുന്നു. ഇന്ത്യൻ അതിർത്തിയിൽ ചൈന പുതിയ വ്യോമ പ്രതിരോധ കേന്ദ്രം നിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. 2020 അതിർത്തി സംഘർഷത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഒന്നായ സമുച്ചയം രൂപം കൊള്ളുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. കമാൻഡ് ആൻഡ് കൺട്രോൾ കെട്ടിടങ്ങൾ, ബാരക്കുകൾ, വാഹന ഷെഡുകൾ, യുദ്ധോപകരണ സംഭരണശാല, റഡാർ സ്ഥാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു പുതിയ ചൈനീസ് വ്യോമ പ്രതിരോധ സമുച്ചയം രൂപം കൊള്ളുന്നതായി കാണിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.